അടുത്ത വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് മാർജി സ്റ്റിംഗർ. ഇതിന് മുമ്പത്തെ ഞാൻ റീൽസിനും കാര്യങ്ങളായി ഇട്ടിരുന്നു. ഇതിന്റെ സ്കേർട്ടിന്റെ ഭാഗം വീരാച്ചിന്റെ ഭാഗം ക്ലിയർ ആക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇട്ടിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് കമന്റും കാര്യങ്ങളൊക്കെ വന്നത് ഇത് ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ വെച്ചാൽ കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സംഭവം പിന്നെ രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന ടൈമിൽ, അതായത് ഈ ഒരു വീരും കാര്യങ്ങളും മാറ്റി വേറെ ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം പണ്ടും കാര്യങ്ങളും അവർക്ക് വരും. അപ്പൊ ഇത് ഏകദേശം രൂപത്തിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുണ്ടോ ഈ ഒരു ആർച്ച് ഈ ലെവലിലേക്ക് നമ്മളിത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്താലും നമുക്ക് എത്രത്തോളം സക്സസ് ആയി എങ്ങനെ ഇതിന്റെ ലുക്ക് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് വണ്ടി. ഇതിന് വണ്ടിയുടെ ഫുള്ള് ഒരു ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വർക്ക് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നോക്കാം. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് പറഞ്ഞത് ഹെഡ്ലൈറ്റ് കൊണ്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ക്രാച്ചിന്റെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻട്രലിലെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ടൈപ്പ് വരും. അപ്പോൾ ഇവിടെ സ്റ്റിക്കർ ചെയ്താണ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ എംബ്ലം കണ്ടോ ചെറിയൊരു മോഡൽ മാറ്റിയിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഇങ്ങനെ ലൈന് പോലെ ആ സ്റ്റിക്കർ ചെയ്തിട്ട് ആ ലെവലിൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് ഒന്ന് യെല്ലോ ഒന്ന് വൈറ്റും കൂടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ലിപ്പ് ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു ടയറിന്റെ മാറ്റം കയറി അത് എത്രത്തോളം പുറത്താണ്. ഓപ്പോസിറ്റ് ഉണ്ടോ ഈ രീതിയിൽ ഇതിപ്പോൾ ഒടിഞ്ഞിറക്കണുണ്ട് കേട്ടോ. അത്യാവശ്യം പുറത്താണ്. ബാക്ക് വീൽ ഉണ്ടോ ആ രീതിയിലുണ്ട്. അപ്പോൾ അത്രയും വൈഡ് ആക്കണം ആ പീസ്. അപ്പോൾ ചെറിയ രീതിയിൽ മോൾ ഭാഗം ചെയ്തിട്ട് പോയി പണിപ്പിക്കുന്നുണ്ട് കേട്ടോ. മോൾ ഭാഗം ചെയ്തിട്ട് ക്ലിയർ ആക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ നമ്മൾ ആ ഒരു ഇതുണ്ടോ ഈ സൈഡ് മിററിന്റെ നേരെ അടിഭാഗത്ത് ചെറിയൊരു ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കോൺവെക്സ് ആ ടൈപ്പ്. പിന്നെ ജിന്നുള്ളൊരു പേരും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളിലുണ്ടോ കാറും കാര്യങ്ങളും വെച്ചിട്ട് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വണ്ടി വെച്ചിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് അതുപോലെ ഒരു എയർപ്ലെയിൻ റോക്കറ്റ് അതുപോലെ ഓപ്പോസിറ്റ് ഒരാൾ തിരിഞ്ഞിരിക്കുന്നുണ്ട്. ആളുടെ പേരും കാര്യങ്ങളും നിൽക്കാറില്ല. അതായത് കൂടുതൽ അപ്പോൾ ഉള്ളിൽ നിന്ന് ജസ്റ്റ് കാണിച്ചുണ്ട്. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇതുണ്ട് ഇവിടെ ഒരു സ്റ്റിക്കർ ഇത് കണ്ടോ ഈ ആ ഒരു കവളിന്റെ പോസ്റ്റിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞ ഭാഗം. പിന്നെ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിൽ ഈ ഒരു ഭാഗം ചെറിയ ബെൻഡ് ഉണ്ട്, നമുക്ക് ക്ലിയർ ആയി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഭാഗം അടി തട്ടിയിട്ട് അങ്ങനെ ആയതാണ്. പിന്നെ വീലൊക്കെ അത്യാവശ്യം അലമ്പായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഭാഗത്തിട്ടാണ് വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി കൊടുത്തിട്ട് 3-4 ദിവസം 3 ദിവസത്തിൽ കൂടുതലായി. അപ്പോൾ അതിൻ്റെ ഒരു സീനും കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് നമുക്ക് വൃത്തിയാക്കിയിട്ട് കൊടുക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇതൊക്കെയാണ് വണ്ടിമ ചെയ്തിട്ടുള്ള വർക്ക്. പിന്നെ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ. പുറത്താണ് അടിച്ചു മാറ്റിക്കൊണ്ടതിൽ അത്യാവശ്യം കാലം നിൽക്കും. പിന്നെ അതാണ് ഇതിൻ്റെ ഏകദേശം രൂപം. ഇവിടെ ഒരു പേരും കാര്യങ്ങളൊക്കെ പേരല്ല ഇഷ്ടം എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായിട്ട് എനിക്കറിയില്ല. പിന്നെ അതുപോലെ ഇതുണ്ടോ ഇവിടെ സ്കേർട്ട് പക്ക കേട്ടോ. പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് എന്നുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് അഡീഷണൽ ആയിട്ട് കഴിച്ചിട്ടുള്ളതാണ്. ഈ മുതൽ എല്ലാവർക്കും ആരുണ്ടാവും പക്ഷെ പറഞ്ഞു പോയിന്നുള്ളൂ. അതുപോലെ ഇതിന് ഉൾഭാഗം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ കേട്ടോ. അതായത് ഇവിടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് വർക്കും കാര്യങ്ങളും. സ്റ്റീരിയോ ഉണ്ടോ സ്പാർക്കോൻ്റെ കുഴപ്പമില്ല സെറ്റ്. പിന്നെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ. ഇതൊരു വണ്ടിയുടെ ഒരു ഫുള്ള് വീഡിയോ ഒന്നല്ല. ജസ്റ്റ് ഇത് കാണിച്ചു തന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കൂടെ കാണിച്ചു തരാം. സ്റ്റിംഗർ യൂസ് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഭാഗങ്ങൾക്ക് അഡീഷണൽ കയറ്റണമെന്നുണ്ടെങ്കിൽ കയറ്റാന്നുള്ള രീതിയിലാട്ടോ. അതാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വണ്ടി ഫിനിഷ് ചെയ്ത് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അത് കണ്ടോ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ആർച്ച് ഇങ്ങനെ വന്നിട്ട് നേരെ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ബെൻഡാക്കുന്ന കേസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫൈബർ പാർട്സ് അല്ലേ വരുന്നത്, അതായത് പ്ലാസ്റ്റിക് ടൈപ്പ്. അപ്പോൾ ഈ ഒരു മുതൽ നമുക്ക് ഇവിടെ വേറെ അഡീഷണൽ കയറ്റാൻ പറ്റും നോക്കണം. ഇത് ബെൻഡാക്കേണ്ട ഇവിടെ സ്ക്രൂവും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കട്ടിങ് കൊടുത്തിട്ട് ബെൻഡാക്കണം. ഇങ്ങനെ കട്ട് ചെയ്താൽ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നേരെ ബെൻഡാക്കാൻ നോക്കാം. അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ പരമാവധി ചെയ്യാതിരിക്കാൻ പെട്ടെന്ന് തോന്നലുണ്ട്. കാരണം അത്രയും പോർഷൻ ഇവിടെ ഈ ഒരു പീസ് വരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഉറപ്പായിട്ട് ചെയ്യണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാം. പിന്നെ നമ്മൾ വേറെ വണ്ടിയുള്ളത് ഈ കാണുന്നത് ദെന്നിൻ്റെ പറഞ്ഞാൽ ഇതിൻ്റെ എക്സോസ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് കസ്റ്റം ടൈപ്പ്. അപ്പോൾ ഇതിൽ മഫ്ലർ ഇല്ലാണ്ട് പിന്നെ ഈ സാധാ കട്ടൗട്ട് കൊടുത്താണ്ട് സൗണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഒരു 3/4 വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ റീൽസിൽ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഇട്ടാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ടുണ്ട് ഒരു സംഭവമില്ല. നമ്മൾ കുറേ വീഡിയോ ചെയ്തല്ലേ. അപ്പോൾ ഇതാണ് അത്യാവശ്യം പെരുന്നമണ്ണ ആയിരുന്നു വന്നിട്ടുള്ള വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വീലിൻ്റെ ലുക്ക് ഉണ്ടോ ഇത്ര മാറ്റും. അത് എല്ലാം കാണിച്ച് മനസ്സിലാവില്ലല്ലേ. ഒരു മിനിറ്റ് ഉണ്ടോ ഈ രീതിയിൽ പുറത്തേക്കുണ്ട്. സൈഡ് നമ്മൾ ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ ഇതിനെ അടിച്ചതാക്കിയിട്ടാണ് ക്ലിയർ ആക്കിയാലേ ബാക്കി കാര്യം സെറ്റാവുള്ളൂ. ഇവിടെ എൻഡ് ചെയ്യണ ടൈമിൽ കട്ട് ചെയ്താൽ പിന്നെ വേറെ പീസ് ആക്കേണ്ടി വരും, ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ ലെവലിലേക്ക് സ്റ്റഡിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ബെൻഡ് അടിക്കണം. അപ്പോൾ
ഇതുണ്ടോ നമ്മളെ 800-ൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഉണ്ടോ വേറെ 2 പീസ് ഉണ്ട് പറഞ്ഞല്ലോ. ഈ 2 പീസ് വേറെ തിരിച്ചാലേ ഇത് പക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതാട്ടെ ഞാൻ ഈ വീഡിയോ രണ്ടാമത് ഫുൾ വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇത്രയും വലുപ്പമുള്ള മെറ്റലാകുമ്പോൾ നമുക്ക് ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റലിൽ ഒരു വലുപ്പം കൂടും ചെയ്യും. മെറ്റലിങ്ങനെ വികസിച്ച് സെറ്റായി വരും, ആർച്ച് വരും എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു പീസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൈലാമ്പും കാര്യങ്ങളും നമ്മൾ വരിയിട്ടുണ്ട്. ടൈലാമ്പ് വരുന്നതിൻ്റെ ഈ സൈഡിൽ നമ്മൾ കപ്ലറാണ് വരും കേട്ടോ. ഈ സൈഡിൽ എക്സ്ട്രാ ഫിറ്റിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടികൾ, അതായത് ഒരുവിധം വണ്ടികൾ എല്ലാത്തിൻ്റെയും ഈ ബാക്ക് സൈഡിൽ കൂടെ ഈ ഒരു ചളി കയറട്ടോ. അപ്പോൾ ഒരു കൊല്ലത്തിലൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് അയച്ചാണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം നല്ലതാവും. ഇപ്പോൾ കണ്ടോ ഈ ഒരു പമ്പർ നമ്മൾ 800-ന് വരുന്ന പോലെ ഇവിടെ വന്ന് എൻഡായി നിൽക്കണം കേട്ടോ. കാരണം 800-ൻ്റെ പമ്പർ ഇവിടുന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെ വൈഡായി വരുന്നതുകൊണ്ട് ആ ഒരു ബെൻഡായിട്ട് ഇത്ര സ്റ്റോപ്പ് ചെയ്ത് നിൽക്കണോണ്ട് ബുദ്ധിമുട്ടോ ഒരു വൃത്തികേടോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ലുക്കില്ലായ്മ കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ന് പറയുമ്പോൾ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ വന്നിട്ട് ആർച്ച് നിൽക്കുമ്പോൾ ഒരു എയിം കിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ കാണണം. അപ്പോൾ ഇതാണ് ഐറ്റം ആർച്ച് ചെയ്യുന്നത്. ഇത് വീലൊക്കെ ഇട്ടാണ്ട് ഏകദേശം വീല് ലോവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലുക്ക് കിട്ടുള്ളൂ എന്നല്ല കേട്ടോ. അതുപോലെ ഈ ഒരു ഐറ്റ് ബുഷ് ഉണ്ടോ, അത് അവർ കയറ്റിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കൊണ്ടുപോകും ബുദ്ധിമുട്ടാവും. ഇതിൽ കമ്പനി സ്റ്റോക്ക് വരുന്ന ഒരു ബുഷ് വരും, ചെറിയൊരു ബുഷ്. ആ ബുഷ് കയറ്റി കഴിഞ്ഞാൽ അതിന് സീറ്റിംഗ് വരുള്ളൂ, പിന്നെ സൗണ്ടും കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കയറ്റുമ്പോൾ ഒന്നുകൂടെ താഴ്ന്ന് കിട്ടും വണ്ടി. അപ്പോൾ ഓവർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു വീലുള്ളിൽ തന്നെ ഈ വീല് പരമാവധി പുറത്താണ്, അതാണ് സീൻ വരുന്നത്. പിന്നെ എന്തായാലും ഇത് നല്ല ലോവറാക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ ഇരിക്കും, ഈ ഭാഗത്ത് ഇങ്ങനെ ആർച്ചായിട്ട് ഇരിക്കും. എന്നാലും ചെത്തലും അല്ലാണ്ട് വരില്ല എന്നുള്ളതാണ്. ഇത് ഈ സ്ക്രാച്ച് വരുന്നത് ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, ഇവിടെ ഒരു മടക്കി ഇടാണ്ടുള്ള ഒരു എൻഡാണല്ലോ, ആ എൻഡിൻ്റെ സീനാണ് കാണുന്നത്. വീലാർച്ച് ഈ രീതിയിലായി, കാരണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കിട്ടോ. ഇതാണ് ഗ്രൈൻഡിങ് വീല്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു വീല് നൈസ് വീലല്ലേ, അവിട്ട് ചെയ്തു, അതോട്ടാണ് അങ്ങനെ പറയാൻ കാരണം. പമ്പറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു പീസ് ഇങ്ങനെ മെറ്റൽ പീസ് കണക്ട് ചെയ്യാൻ കരുതിയത്. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗം ബെൻഡാക്കിയാൽ എന്താ അവസ്ഥ എന്നൊരു ഐഡിയ ഇല്ല, ബെൻഡാവും എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു പീസ് വെക്കാൻ കരുതിയിട്ട് ഇതുണ്ടോ പീസ് സെറ്റ് ചെയ്ത്. പക്ഷേ പീസ് സെറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഇതിനുള്ള വെയിറ്റ് അല്ല, ഇതൊന്ന് കേട്ടോ. ഈ ഒരു പീസ് ഇത് 2 പീസ് ഉണ്ടാക്കി ആ സൈഡ് ഈ സൈഡ് എടുക്കും. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ വരുമ്പോൾ ഇതിപ്പോൾ കണക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണുണ്ട്. കണക്ട് ചെയ്യുകയാണെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഭാഗത്ത് ഇത് ഊരുകയാണെന്നുണ്ടെങ്കിൽ അയച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടേക്ക് വരും തോറും ഈ ഒരു പോർഷൻ ഇത്രയും കട്ട് ചെയ്ത് പോകാത്തത്. കാരണം വെച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ ബെൻഡ് നിർത്തി, അതിൻ്റെ ഉള്ളിൽ കമ്പനി ഒരു ബെൻഡ് വരുമല്ലോ, അതാണ് ഇത്. ഇവിടുന്ന് ഇത്രയും ഭാഗം ബെൻഡാണ് കേട്ടോ, അത് നിർത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് കണ്ട് ഏറെക്കുറെ പക്കാക്കി എടുക്കണം. പമ്പറിൻ്റെ പീസ് ഇവിടെ ഒരു സ്ക്രാച്ച് ആക്കിയിട്ട് ബെൻഡാക്കിയിട്ടുണ്ട്, ഇത് കണ്ടോ ഈ ഒരു പൊസിഷനിൽ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുമ്പോൾ നമുക്ക് ഈ ഒരു പമ്പറിൻ്റെ അതേ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്ത് കണ്ട് കൊണ്ടുപോകണം. ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ചെറിയൊരു സീനുണ്ട്, അത് ഈ ഒരു ഭാഗം ബെൻഡായി കണ്ടതിൻ്റെ ഉൾഭാഗം ബെൻഡായി കണ്ട്. ഇപ്പോൾ എങ്ങനെ പറഞ്ഞു തരാമെന്നറിയില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഭാഗം നമ്മൾ പുറത്തെടുത്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഈ ഭാഗം കട്ട് ചെയ്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പീസ് ഇവിടെ ലോക്ക് വരുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ, ആ ലോക്ക് കണക്റ്റ് ആവുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞിട്ട് ഇവിടെ ബോൾട്ട് ഇട്ടാണ് പോയിട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ആക്കി വെച്ചിരുന്നു. കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് ഇവിടെ ലോക്ക് വരും ഇതിൻ്റെ ഉള്ളിൽ. ആ ലോക്ക് വരുന്ന ടൈമിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഈ ഒരു ബെൻഡ് ഉണ്ടോ, ഈ ഒരു ബെൻഡാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബെൻഡ് വരുന്ന ടൈമിൽ നിവർത്തുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കിട്ടുക, അത് പൊട്ടിയിട്ടാണ് ഇവിടെ നിവർത്തുമ്പോൾ പൊട്ടിയിട്ടാണ് പോരുന്നത്. അപ്പോൾ അത് ഇവിടെ എന്തെങ്കിലും നമുക്ക് സൊല്യൂഷൻ കാണണം എന്നുള്ളതാണ്. അത് ഇവിടെ പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്തായാലും ലൈൻ വരുന്നത്, ആ ലൈൻ ഇതിനോട് സെയിം ആയിട്ട് വരുമ്പോൾ അതിൽ ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരില്ല. പിന്നെ ഇതിൻ്റെ ഇവിടെ ഉണ്ടോ, ഇവിടെ ഈ രീതിയിലായിട്ട് എടുക്കുന്നത്, ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് ഈ രീതിയിൽ, അതായത് ഈ ഒരു പോർഷൻ കൊണ്ട് കട്ട് ചെയ്യാതെ നമുക്ക് ഇവിടെ സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പമ്പർ സെറ്റായി നിൽക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഈ ലോക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞ ലോക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കേട്ടോ. ഇതെന്ത് സീൻ പറ്റിയിട്ട് ആദ്യം സ്ക്രൂ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്പീഡ് സ്ക്രൂ കയറ്റിയിട്ടുണ്ട്, ആ സൈഡിലുണ്ട്. അതിന് മുമ്പ് ചെറുതായിട്ട് സീൻ വന്നിട്ടുണ്ടോ, തട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഒരു പൊട്ടാണ് ഇരിക്കണത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗയിൽ പോയി ലോക്കാവും. അപ്പോൾ ആ ഒരു ഭാഗം പമ്പറിൻ്റെ കാര്യങ്ങൾ ഫിനിഷിങ് ആക്കാറാം, അഴിഞ്ഞ് പോരുക അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഒരു ബോൾട്ടും വരുന്നതല്ലേ, അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആവും. അത് ഈ ഒരു ടാപ്പ് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കും. കാരണം വെച്ചാൽ ഇത് അധികം വരുന്ന പീസ് തന്നെയാണ്, ഓൾറെഡി ഇതിൽ ബെൻഡായിട്ടുള്ള പീസ് നമ്മൾ നിർത്തിയാണല്ലോ. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ലെവലിലേക്ക് വരും കേട്ടോ, ബാക്കിൽ വരുമ്പോൾ ഇങ്ങനെ. ഇത് ഒന്നും കൂടെ ചെറുതായിട്ട് താഴത്തേക്ക് വരും കേട്ടോ, ഇതിന് ഒന്നുകൂടി ബെൻഡായി വരും. കാരണം വെച്ചാൽ ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം ഒന്ന് ബെൻഡാക്കിയിട്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്താൽ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ ഇതിന് സെയിം ആയിട്ട് വരും. ഇതാണ് ബാക്കിൽ നിന്നുള്ള ആർച്ചിൻ്റെ ഒരു ലുക്ക് കാരണം. പിന്നെ പറഞ്ഞാൽ വീൽ അതിനോട് ചാരി നിൽക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു സെറ്റപ്പ് കിട്ടുക. അത് എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ആ ലുക്ക് കിട്ടുക. പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട്, ഇത് നമ്മൾ താത്തിക്കഴിഞ്ഞാൽ
ഈ രീതിയിൽ ചെത്തൂലെന്നുള്ളൂ. കാരണം വെച്ചാൽ തട്ടുള്ള ചാൻസ് കൂടുതലാണ് താത്തിക്കഴിഞ്ഞാൽ. അത് എപ്പോഴും അങ്ങനെ തന്നെ. താത്തിക്കഴിഞ്ഞാൽ സസ്പെൻഷൻ ആക്ഷൻ വരുന്ന ടൈമിൽ തട്ടും. പക്ഷേ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പൊക്കിയിട്ട് ഇത്രയും ഏകദേശം വണ്ടിയുടെ വീൽ സൈസ് ചെറുതായിട്ട് കൂട്ടിയിരുന്നു. അപ്പോൾ കൂട്ടുന്ന ടൈമിൽ നമ്മൾ പുഷ് ഇട്ട് കഴിഞ്ഞൊരു തട്ടുണ്ട്. അപ്പോൾ ആ ഒരു തട്ടിലും കാര്യങ്ങളും ക്ലിയർ ആവും. ബൈ ചാൻസ് പിന്നെ ഭാവിയിൽ പിന്നെ അവർ ഇനി താഴ്ത്താൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും തട്ടും. പക്ഷേ ഈ ചെത്തലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. വീലിൻ്റെ ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ ഷീൽഡറായിട്ട് തന്നെ തട്ടുക. ഈ ലൈൻ ഉണ്ടാവില്ല എന്നുള്ള കേട്ടോ. അപ്പോൾ തേയ്മാനൊന്നും ഉണ്ടാവില്ല, ആ രീതിയിൽ തട്ടും. ഈ തേയ്മാനം സംഭവം ആ ലൈൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഗ്രൂ അതിൽ കൂടെ ഇങ്ങനെ വലിഞ്ഞു വന്നിട്ടുണ്ടോ. ഇതുണ്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അടുത്ത ദിവസം കേട്ടോ. നമ്മൾ ഈ ഭാഗം ചെയ്യണതിൻ്റെയൊക്കെ മഴ എത്ര സ്ഥലം കേൾക്കേണ്ടത് മനസ്സിലാവില്ല. ഇതുണ്ടോ നല്ല മഴ കേട്ടോ. ആ മുമ്പത്തെ വണ്ടി ചെയ്തതാണ് ആ കിടക്കുന്നത്. അതുപോലെ തന്നെ വേറെ വണ്ടി കൂടെ ഉണ്ട് ഇതിന് വെച്ച് അവിടെ വർക്ക് എടുക്കാനുണ്ട്. പിന്നെ ഓവർ വണ്ടി നമ്മൾ എടുക്കണില്ല എന്നുള്ള കേട്ടോ. നമ്മൾ ആ വണ്ടിയൊക്കെ ഉണ്ടാക്കിയ വണ്ടിയൊക്കെ ഫുള്ള് വെള്ളത്തിൽ നനഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഫിനിഷ് ചെയ്ത് കേട്ടോ. ഈ ഒരു വണ്ടി ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വണ്ടി കയറ്റുള്ളൂ. അങ്ങനെയാണ് പ്ലാൻ. ആ ഒരു വണ്ടിൻ്റെ വർക്ക് കഴിഞ്ഞു, അന്ന് അവർ കൊണ്ടുപോകും. പിന്നെ ആ ഒരു വണ്ടി ചെറിയൊരു വർക്ക് ഉണ്ട്, അത് ക്ലിയർ ആക്കിയതിന് ശേഷം പിന്നെ ഓരോ വണ്ടി നമ്മൾ വർക്ക് എടുക്കുള്ളൂ എന്നുള്ള കേട്ടോ. അപ്പോൾ ഒന്നുമല്ല, നമ്മൾ ഈ ഗ്യാപ്പിൽ ക്ലിയർ ആവാത്തതിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതാണ് ഫുള്ള് തർപ്പ കിട്ടി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം ഫുള്ള് ഇത് ഫുള്ള് പിന്നെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ വരും, ഇതിൽ കൂടെ നിറഞ്ഞിങ്ങനെ വരും. അപ്പോൾ നമുക്ക് വർക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ശരിയാക്കി എടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ സീറ്റൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ സീനുണ്ട്. അപ്പോൾ കേട്ടോ രണ്ട് സൈഡ് നമ്മൾ പക്കായിട്ട് ചെയ്തു. ഈ ഒരു ഭാഗം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അതുപോലെ ഗ്രൈൻഡിൽ സെറ്റാക്കി. ഓപ്പോസിറ്റ് ഉണ്ടോ കറക്റ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വെൻറ്റ്. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലെവൽ കറക്റ്റാക്കി. പിന്നെ ഇവിടെ സ്പേസ് കൂടുതൽ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഇവിടെ തട്ടിയിരുന്നു വണ്ടി, അത് തട്ടിയിട്ട് ഇവിടെ പൊട്ടിയിട്ട് അത് പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്പേസ് കൂടുതലുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കാണുന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഈ ഭാഗം കുറച്ച് പൊട്ടി കൂടുതലാട്ടോ. ഇവിടെ അത് ആ തട്ട് ഭാഗത്ത് ഉള്ളോട്ട് പോയപ്പോൾ ക്ലിയർ ആക്കിയായിരിക്കും. പിന്നെ ഇതുണ്ടോ, പിന്നെ ഇതൊക്കെ ആ തട്ടലിൽ പറ്റിയിട്ടുള്ള കേട്ടോ. അതിന് മുമ്പുള്ള ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെയാണ്. അത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഭാഗം പുറത്തേക്ക് കറക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഒരു പീസ് നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യണം. ഇതൊക്കെ പ്ലാന്. പിന്നെ ഉള്ളിലത്തെ ഒരു പീസ് നല്ല ദമ്മിൽ ടൈറ്റാക്കി വെക്കണം. അതിൽ ഒരു സൈഡ് എന്താ വെച്ചാൽ ഇതിനകത്ത് വരുന്ന ഈ ഒരു പീസ് ഉണ്ടോ പക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ടായിരുന്നു, ആ സ്പോട്ട് അടിച്ചിട്ട് ചെറിയൊരു പീസാണ് ആഡ് ചെയ്തു. പിന്നെ ഈ ഒരു പീസ് ഇവരൊക്കെ ചെറിയ ഗ്യാപ്പുള്ളത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പൊട്ടിയിടുന്ന ടൈമിൽ ഇവിടെ ഫില്ലാവും, ഈ ഒരു പൊട്ടിയിടുന്ന ടൈമിൽ ഫില്ലാവും. ഇവിടെ ഓവറായി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അയക്കുന്ന ടൈമിൽ ബുദ്ധിമുട്ടാവുന്നില്ല. ആ ബുട്ടി അടർന്ന് പോരും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടായിക്കൊണ്ടിട്ട് ഇതിന് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടില്ല. ഇത്രയും ഗ്യാപ്പ് ഇവിടെ ഇടും. ഇതേപോലത്തെ ലൈൻ എന്തായാലും വേണം. കാരണം വെച്ചാൽ പിന്നെ തയ്ക്കുന്ന ടൈമിൽ ഈ ഭാഗം അടർന്ന് പോരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഫിനിഷ് ആയിട്ട് ഫുള്ള് സെറ്റായി. ഇവിടെ ഫുള്ള് സെറ്റായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഗ്രൈൻഡ് സെറ്റാക്കി. ഇനി ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത് എടുക്കാണ്ട് ഒഴിവാക്കാണ്ട് ഇനി ബാക്കിയുള്ളത് പറഞ്ഞാൽ ഈ ഒരു പീസ് ഉള്ളിലേക്കാക്കിയതിന് ശേഷം ഈ ഒരു ഭാഗം ആർച്ചിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയി. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും പിന്നെ ഈ ഒരു ഭാഗം പൊട്ടിയോ അല്ലെങ്കിൽ സിലിക്കോണോ എന്തെങ്കിലും അടിച്ചാൽ ഇതിലുള്ള ഫില്ല് ചെയ്യണം എന്നുള്ള കരുതുന്നത്. കാരണം ഉള്ളിൽ ചെറിയ ഗ്യാപ്പോ കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു പീസ് നമ്മൾ സ്പോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇതുപോലെ തന്നെ പൊട്ടിട്ട് ക്ലിയർ ആക്കേണ്ടി വരും. കാരണം ഇത് ഇത്രയും ഭാഗം ഇതിനില്ല, നമ്മൾ അടിച്ചടിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇത്രയും ഭാഗം കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഈ പോർഷൻ ബെൻഡാക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗം ഉള്ളിൽ നിർത്താനല്ലോ, അതായത് ഇവിടെ കർവായിട്ട് തന്നെ വരുന്ന പീസ് എല്ലാ ഭാഗം ഫില്ലാക്കി. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഓരോ സ്പോട്ട് അടിച്ചു. കാരണം വെച്ചാൽ മുമ്പ് പറഞ്ഞാൽ അതിന് സ്പോട്ട് ഉണ്ടായിട്ടില്ല, ഇവിടെ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൂ. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ അതിന് നമ്മൾ ഒന്നുകൂടെ സ്ട്രോങ് ആയി കൊണ്ടുവന്നിട്ട് ഇലക്ട്രിക് ആയിട്ട് ഓരോ സ്പോട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ എം സിയിൽ ഇട്ടുണ്ട്. എം സിയിൽ ഇടാൻ കാരണം വെച്ചാൽ നമ്മൾ പുട്ടിനേക്കാൾ ഒന്നുകൂടെ ഹാർഡായിട്ട് നിൽക്കുക എം സിയിലാക്കി കേട്ടോ, ഒന്നുകൂടെ അത്യാവശ്യം ലൈഫ് കിട്ടാന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം അടിയിൽ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അടിയിൽ നമ്മൾ മുകൾ ഭാഗം ഇടാൻ വെച്ചാൽ മുകൾ ഭാഗം എം സിയിൽ ഇട്ടാൽ ഓരോന്നാൻ കുറച്ച് പാടായി കയറും. അപ്പോൾ എം സിയിലുള്ള ടൈമിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്താണ് സെറ്റാക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പിന്നെ സീനില്ല. അപ്പോൾ അടിയാണ് എടുക്കട്ടെ, മുകൾ ഭാഗം പിന്നെ പെയിൻ്റ് അടിക്കണ ടൈമിൽ സെറ്റാക്കാന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു പീസ് വെച്ചില്ലേ, ആ പീസിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എം സിയിലിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. വീൽ ആർച്ച് വൺ സൈഡ് ക്ലിയർ ആയി. വൺ സൈഡ് ക്ലിയർ ആയപ്പോൾ ഞാൻ അത് തിരിച്ചിടാൻ വേണ്ടിയിട്ട്, കാരണം വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ നമ്മളെ മെഷീനും കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ സൈഡിലാണ്. അപ്പോൾ അത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് വണ്ടി പുറത്തിറക്കിയപ്പോൾ നമുക്കൊരു തോന്നൽ, കാരണം വെച്ചാൽ വീഡിയോ ഇവിടെ എത്തി ഇവിടെ വെച്ചാണ്ട് വൈൻഡപ്പ് ചെയ്യാന്നുള്ളത് പക്ഷേ ലോങ് ആവും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് എം സിയിലിടാനുള്ള ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ട്. സ്പ്രേ പെയിൻറ്റ് കാര്യങ്ങൾ അടിച്ചിടണം. കാരണം വെച്ചാൽ അവർക്ക് കൊണ്ടുവന്ന ടൈമിൽ പെയിൻ്റ് അടിക്കാൻ വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റസ്റ്റ് പിടിച്ച പോലത്തെ കളറും കാര്യങ്ങളും വന്നാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ പൊട്ടിടുന്ന ടൈമിൽ അതിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡാണ് നമ്മൾ കറക്റ്റ് ഫിനിഷ് ചെയ്തത്. വൈഡാക്കി നിർത്തിയിട്ട് ബോറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാണ്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം എത്രത്തോളം ഉണ്ട് നോക്കിയിട്ട് കറക്റ്റ് അളവെടുത്തതിന് ശേഷം ഇതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നിന്നുള്ള ഒരു കണ്ടോ, പിന്നെ ഈ പമ്പറിൻ്റെ ഈ ഒരു ഭാഗം, പിന്നെ ഇതുണ്ടോ ഇത്രയും ഭാഗം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ്.
പിന്നെ നമ്മൾ ബ്രേക്ക് ലൈറ്റ് കൊടുക്കില്ല കേട്ടോ. ബ്രേക്ക് ലൈറ്റ് കൊടുക്കുക പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കൊടുക്കാൻ എഴുതിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ സൈഡും കൂടെ ക്ലിയർ ആക്കിയിട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് വെക്കണം വണ്ടി, എന്നാലും നമുക്ക് ഈ സൈഡിലേക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നല്ല, കാരണം വയറും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ എന്നുള്ള ഈ ഒരു ഭാഗത്തേക്ക് ഇടുന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നുകൂടെ ക്ലിയർ ഈ ഒരു സൈഡിൽ ഇടുന്നത് ടൈമിൽ കേട്ടോ. അപ്പോൾ അതും കൂടെ ഫില്ലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്പ്രേ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞാനൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ പരമാവധി ബോറെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോറ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒന്നാമത് എന്താ വെച്ചാൽ ബോറിൻ്റെ ഒറ്റക്കല്ല, നമുക്ക് ഈ ഒരു ഭാഗം ഹൈറ്റിൻ്റെ ഒരു ഭാഗം വീല് തട്ടുന്ന ഒരു ഭാഗം കൂടി ക്ലിയർ ആക്കുക എന്നുള്ളതാണ് എൻ്റെ സൈഡിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ ഒരു ഗ്ലോസി ടൈപ്പ് കളറാണല്ലോ ഇവിടെ ഈ ഒരു സ്റ്റീലിൻ്റെ, അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു വൈറ്റ് വൈൻഡിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ആവും. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റിംഗ്രേൻ്റെ വീലാർച്ചും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. ഈ സൈഡ് ഏകദേശം കറക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ഉള്ളിൽ നമ്മൾ എംസിനും കാര്യങ്ങൾ കിട്ടുകാണ്ട് ഡെയിൻ്റെ ചെയ്ത ഭാഗം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൻ്റെ ഉൾഭാഗം കേട്ടോ. ഇപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ ഫില്ലാക്കാണ്ട്, കാരണം വെച്ചാൽ വണ്ടി റിവേഴ്സ് ഇട്ടുകാണ്ട് അവിടെ വർക്ക് എടുക്കണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. അപ്പോൾ അതിന് ചെയ്തപ്പോൾ നമ്മൾ പുറത്ത് കിട്ടപ്പോൾ ഏതായാലും നമ്മൾ അത്യാവശ്യം നല്ല ഡാർക്കില്ലാത്ത ടൈം ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴ നിൽക്കാതെ പെയ്യുന്നുണ്ട്, നമുക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ കുറേ വീഡിയോസ് ഇങ്ങനെ ബാക്ക് സൈഡ് ലാസ്റ്റ് ഒന്നും കിട്ടാതെ വീഡിയോ ഫുള്ളാക്കാതെ നമ്മൾ കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മുക്കാൽ ഭാഗത്തുള്ള വീഡിയോ എടുത്ത് വേണ്ടി നമ്മൾ അത് തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാതെ കുറേ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ബാക്ക് നോക്കുമ്പോൾ പക്ഷേ ഈ രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് കണ്ടോ, രണ്ട് മുകൾ ഭാഗം ഫില്ലാണ്. എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കാൻ നിൽക്കുന്നുണ്ട് എൻ്റെ, അല്ലാതെ ഉള്ളിൽ എംസിയിൽ ഇടാനുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ളൊരവസ്ഥ. സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ടോ. അപ്പോൾ ആ ഒരു വൈറ്റ് പെയിൻറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പൊട്ടിയിട്ടുകാണ്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കറക്റ്റ് കർവും കാര്യങ്ങളാക്കിയാൽ ആ ഭാഗം ഫില്ലാവും. പിന്നെ എന്താ വെച്ചാൽ പക്ക ഫിനിഷിങ്ങിലായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ കുണ്ടും കുഴി നോക്കണ്ട, ഇത് കുണ്ടും കുഴി ഇല്ല. ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തപ്പോൾ അടിച്ചപ്പോൾ ഓരോ പാടുണ്ടാവുമല്ലോ, അതിൽ വരുന്ന ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഫില്ലാക്കട്ടോ, അത്യാവശ്യം നല്ല ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓപ്പോസിറ്റ് ഉണ്ടോ ഉൾഭാഗം. ഈ വർക്ക് നമ്മൾ കാണുമ്പോൾ അല്ല, നമുക്ക് ഇത് ഈ കർവുണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോയിലൊന്നും നോക്കിയാൽ അറിയാം അത്യാവശ്യം കറക്റ്റ് ലെവലിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയ പണിയുള്ളൂ ഒന്ന് അടിച്ചെടുക്കാമെന്നൊക്കെ തോന്നും. പക്ഷേ അതല്ല, നമുക്കിത് ചെയ്ത് വരുമ്പോഴേക്കിന് അത്യാവശ്യം ടൈം പിടിക്കുന്നുണ്ട് ഈ ഒരു വർക്കിനും കാര്യങ്ങളും ഈ വർക്കിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വെച്ചാണ്ട് അടിക്കുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിയർ ആവും. പക്ഷേ ഈ ഒരു ഭാഗം അടിക്കുമ്പോഴും ഈ ഒരു ഭാഗം ബെൻഡാവും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഈ ഉള്ളത്തെ ഈ ഒരു ഷീൽഡ് ഉണ്ടല്ലോ അത് അടിച്ചെടുക്കാനെന്നുള്ള കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഭാഗത്തിന് ഒരു സ്റ്റേ കൊടുക്കണം, കാരണം ഇതിങ്ങനെ ഷെയ്ക്കാവും. അപ്പോൾ അതിന് ഉള്ളിൽ നിന്ന് ഒരു സ്റ്റേയും കൂടെ കൊടുക്കണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഫില്ലാക്കിയിട്ട് പെയിൻറ്റും കൂടെ അടിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ പോലെ നിങ്ങൾക്ക് ഞാൻ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടേക്കാം. അതുപോലെ നമ്മൾ ഇൻസ്റ്റ വീഡിയോ കാണുമ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഫസ്റ്റ് സ്റ്റോക്ക് ഒഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര ഉള്ളൂ നമ്മൾ സ്റ്റിംഗറിൻ്റെ വീലാർച്ചും കാര്യങ്ങളൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ യൂട്യൂബും പുതിയതായിട്ട് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.